നഗ്മ അരവിന്ദ് മൊറാർജി. ജനിച്ചത് നന്ദിത അരവിന്ദ് മൊറാർജി. അതായത് ഡിസംബർ 25 1974 ഡിസംബർ 25 ജനിച്ചത്. ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരിയും മുൻ നടിയുമാണ് നഗ്മ. 1990കളിൽ അവർ ഒരു ജനപ്രിയ നടിയായിരുന്നു. 1990ൽ സൽമാൻ ഖാനോടൊപ്പം ഭാഗ്യ എന്ന ചിത്രത്തിലൂടെയാണ് അവർ സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. ഹിന്ദി സിനിമയിലെ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 7ാമത്തെ ചിത്രമായിരുന്നു ഇത്. ഘരാന മുഗുഡു, അതായത് 1992, കിങ് അങ്കിൾ, സുഹാഗ്, കാതലൻ, ഭാഷ, ലാൽ ബഹദൂർ ഷാ തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങളിലൂടെയാണ് അവർ അറിയപ്പെടുന്നത്. അവർ തൻ്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് ബോളിവുഡിലാണ്, പ്രധാനമായും ഹിന്ദി, തെലുങ്ക്, തമിഴ് സിനിമകളിൽ. ഇന്ത്യൻ ഭാഷകളിലെ വിശാലമായ ശ്രേണിയിൽ അഭിനയിച്ചിട്ടുള്ള നഗ്മ കൂടാതെ മലയാളം, കന്നഡ, ബംഗാളി, പഞ്ചാബി, മറാത്തി തുടങ്ങി നിരവധി പ്രാദേശിക ഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. നഗ്മ നന്ദിത അരവിന്ദ് മൊറാർജി എന്ന പേരിൽ 1974 ഡിസംബർ 25 ജനിച്ചത്. അവരുടെ പിതാവ് അരവിന്ദ് മൊറാർജി. അവരുടെ പൂർവികർ ജയ്സാൽമീറിൽ നിന്നാണ്. പിന്നീട് ഗുജറാത്തിലെ പോർബന്തറിലേക്കും ഒടുവിൽ മുംബൈയിലേക്കും കുടിയേറി. അവരുടെ മുത്തച്ഛൻ ഗോകുൽദാസ് മൊറാർജി ഷിപ്പിംഗ്, ടെക്സ്റ്റൈൽ, കാർഷിക, ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങളിൽ പ്രശസ്തനായ ഒരു വ്യവസായിയായിരുന്നു. അവരുടെ അമ്മ സീമ. യഥാർത്ഥത്തിൽ ഷമ കാസി എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. കാസി സ്വാതന്ത്ര്യ സമര സേനാനി കുടുംബത്തിൽപ്പെട്ട ഒരു മുസ്ലിമാണ്. 1969 അവർ മൊറാർജിയെ മുംബൈയിലെ CCI ക്ലബിൽ വെച്ച് വിവാഹം കഴിച്ചു. എന്നാൽ 1974 അദ്ദേഹത്തിൽ നിന്ന് വേർപിരിഞ്ഞു. 1974 ഓഗസ്റ്റിൽ മൊറാർജിയിൽ നിന്ന് വിവാഹമോചനം നേടിയ നഗ്മയുടെ അമ്മ 1975 മാർച്ചിൽ സിനിമാ നിർമ്മാതാവായ ചന്ദർ സദയെ വിവാഹം കഴിച്ചു. അവർക്ക് 3 കുട്ടികളുണ്ട്, 2 പെൺമക്കൾ ഉൾപ്പെടെ. നടിമാരായ ജ്യോതികയും റോഷിനിയും. അതെ, തമിഴിലെ സൂപ്പർ നടിയായി മാറിയ സൂപ്പർ താരം സൂര്യയെ വിവാഹം കഴിച്ച ജ്യോതിക ശരവണൻ തന്നെ. മുംബൈയിലെ മൗണ്ട് മേരി കോൺവെന്റ് ഹൈസ്കൂളിൽ നിന്നാണ് നഗ്മ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അവർ മുംബൈ യൂണിവേഴ്സിറ്റി നാഷണൽ കോളേജിൽ നിന്ന് കോമേഴ്സ് ബിരുദധാരിയാണ്. 2005 ഡിസംബർ 31 മരിക്കുന്നതുവരെ നഗ്മ തൻ്റെ പിതാവായ അരവിന്ദ് മൊറാർജിയുടെ അടുത്തു നിന്നു. ഒരു മുംബൈ റിപ്പോർട്ടറോട് അവർ വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ മാന്യമായ ഒരു കുടുംബത്തിൽ പെട്ടയാളാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ അമ്മ നിയമപരമായി എൻ്റെ പിതാവ് പരേതനായ ശ്രീ അരവിന്ദ് മൊറാർജിയെ വിവാഹം കഴിച്ചു. മുംബൈയിലെ CCI ക്ലബിൽ ഒരു പൊതുചടങ്ങിൽ നഗ്മയെ ഒരു നടിയാകാൻ പ്രോത്സാഹിപ്പിച്ചത് നഗ്മയുടെ അമ്മയാണ്. കൂടാതെ വർഷങ്ങളോളം സിനിമാ സെറ്റുകളിൽ അവളുടെ സ്ഥിരം കൂട്ടാളി അമ്മ തന്നെ ആയിരുന്നുവെന്ന് പറയപ്പെടുന്നു. നഗ്മ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ്. 2007 അവർ ഒരു ക്രിസ്ത്യാനിയാകാൻ സ്നാനമേറ്റു. ബോളിവുഡ് നടൻ ജോണി ലിവറുമൊത്ത് സുവിശേഷ പ്രേക്ഷിത വേളയിൽ വ്യാപൃതയായിരുന്നു. RK എക്സലൻസ് അവാർഡിൽ നഗ്മ 1990 സൽമാൻ ഖാനോടൊപ്പം അഭിനയിച്ച നഗ്മയുടെ ആദ്യ ചിത്രമായ ഭാഗ്യ, എ റിയൽ ഫോർ ലവ് ഹിന്ദി സിനിമയിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ 7ാമത്തെ ചിത്രമായിരുന്നു. കരിഷ്മ കപൂറിനൊപ്പം 1994 അജയ് ദേവ്ഗൺ, അക്ഷയ് കുമാർ എന്നിവർക്കൊപ്പം സുഹാഗിലെ നായികമാരിൽ ഒരാളായിരുന്നു അവർ. ഈ ചിത്രങ്ങൾക്ക് ശേഷം തൻ്റെ സുഹൃത്ത് ദിവ്യ ഭാരതിയുടെ നിർദ്ദേശപ്രകാരം തെലുങ്ക്, തമിഴ് സിനിമകളിൽ അഭിനയിക്കാൻ പ്രാദേശിക സിനിമകളിൽ അഭിനയിച്ചു. തൻ്റെ ഷിഫ്റ്റ് വിശദീകരിച്ചുകൊണ്ട്, മാംസളമായ വേഷങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ മനസ്സിലാക്കി ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവരുടെ കഴിവ്, ഇന്ത്യയിലുടനീളമുള്ള അംഗീകാരം നേടാനുള്ള അവരുടെ ആഗ്രഹം, ജോലിയുടെ ഗുണനിലവാരം എന്നിവയെക്കുറിച്ച് അവർ കൂടുതൽ ബോധവതിയായിരുന്നു. ഭാഷ ഒരിക്കലും ഒരു തടസ്സമായിരുന്നില്ല. സാഹസികതയെയും സംസ്കാരത്തെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇന്ത്യൻ പാരമ്പര്യത്തോട് വലിയ ബഹുമാനമുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ചിരഞ്ജീവിക്കൊപ്പമുള്ള ഘരാന മുഗുഡു, നാഗാർജുന അക്കിനേക്ക് ഒപ്പമുള്ള അല്ലരി അല്ലുഡു, NT രാമറാവു, മോഹൻ ബാബു എന്നിവർക്കൊപ്പമുള്ള മേജർ ചന്ദ്രകാന്ത് എന്നിവ അവരുടെ തെലുങ്ക് ചിത്രങ്ങളാണ്. പ്രഭുദേവയ്ക്കൊപ്പമുള്ള കാതലൻ, രജനികാന്തിനൊപ്പമുള്ള ഭാഷ, സത്യരാജിനൊപ്പമുള്ള വില്ലാതി വില്ലൻ എന്നിവ അവരുടെ തമിഴ് സിനിമകളിൽ ഉൾപ്പെടുന്നു. അതിൽ അവർ ഏറ്റവും അധികം മികച്ച ഗ്ലാമർ വേഷം ചെയ്യുകയും തമിഴ് പ്രേക്ഷകരെ പ്രലോഭിപ്പിക്കുകയും ചെയ്തു. അവരുടെ പ്രകടനം, അവരുടെ ഗ്ലാമർ റോൾ സമയത്തിന് ഏകകണ്ഠമായി പ്രശംസ നേടിയിട്ടുണ്ട്. തുടർന്ന് മുംബൈയിലേക്ക് മടങ്ങിയ ശേഷം 2000കളിലെ
ചൽ മേരെ ബായ് പോലുള്ള ഹിന്ദി ചിത്രങ്ങളിലെ സഹനടികളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇത് മുൻ സഹതാരങ്ങളായ കരിഷ്മ കപൂർ, സൽമാൻ ഖാൻ, സഞ്ജയ് ദത്ത് എന്നിവരുമായി അവളെ വീണ്ടും ഒന്നിച്ചു. മുംബൈയിലെ ആസ്ഥാനമായിരിക്കുമ്പോൾ അല്ലരി രാമുഡു, സിറ്റിസൺ തുടങ്ങിയ ചില തെലുങ്ക്, തമിഴ് സിനിമകളിൽ അവർ തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കൂടാതെ ശ്രീകൃഷ്ണപുരത്ത്, നക്ഷത്രത്തിളക്കം, ചതുരംഗം ഉൾപ്പെടെയുള്ള ചില മലയാള സിനിമകളിലും പ്രധാന വേഷങ്ങൾ ചെയ്തു.